അമ്മയുടെ കഷ്ടപ്പാട് എന്തോ അതിന്റെ ഒരു ഇതാണ് ഞാനും ഇന്ദ്രേട്ടനും ഇവിടെ നിൽക്കുന്നത്. അപ്പം ആക്ച്വലി അത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയുടെ കണ്ണ് ഒരുപാട് നിറഞ്ഞു. തീർച്ചയായിട്ടും അതാണല്ലേ, എന്റെ കുഞ്ഞുങ്ങള് ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ് സുഖേട്ടന്റെ മരണം. അപ്പൊ എനിക്ക് കുറച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം പൈസ മാത്രമല്ല, 2 ആൺകുട്ടികളെ ഒരു പരുവത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞാല് ഒരു ഭയമാണ് നമുക്ക്. കാരണം നമ്മുടെ ഏത് നിമിഷവും നമ്മുടെ കൈവിട്ട് പോകാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുത്തെ അമ്മമാരോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ എന്താ പറയാ പഠിപ്പിച്ച് അവരൊരു പൊസിഷൻ എത്തുന്നിടം വരെ അമ്മമാർ തന്നെ ശ്രദ്ധിക്കണം. എന്റെ ചേട്ടന് പറ്റൂലേ ഇതൊക്കെ ചോദിക്കുന്ന ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അത് അച്ഛനാണ് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പൊ അത് ആ ജോലിയെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ പിള്ളേരാകപ്പാടെ എഴുതായിപ്പോ. അപ്പൊ എനിക്ക് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു ഇന്ദ്രൻ്റെയും രാജുവിൻ്റെ ആ ഒരു സൈഡ് ഞാൻ അത് ഏറ്റെടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ സുഖങ്ങളും ഞാനിങ്ങനെ എന്നും സിനിമയ്ക്ക് പോവുക, എന്നും കൂട്ടുകാരുടെ കറങ്ങാൻ പോയി, എന്നെ കിട്ടത്തേൽ. ഇപ്പം തന്നെ ഈ 2 പിള്ളേരെ ഏറെക്കുറെ കയ്യിൽ നിന്ന് വിട്ടുപോയെങ്കിൽ എന്താ ആൾക്കാർ പറയാം, എല്ലാ കാര്യമുണ്ട്, ആ സുകുമാരൻ പോയതോടുകൂടി അത് 2 വഴിക്കാൻ എന്ന് പറയുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു വലിയൊരു എൻ്റെ ഒരു ബാധ്യതയായിരുന്നു, കുഞ്ഞുങ്ങളുടെ കൂടെ എല്ലാത്തിലും നിൽക്കുക. അങ്ങനെ അതിനു വേണ്ടി ഞാൻ ഒരുപാട് സുഖങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എനിക്കൊരു ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബപരമായിട്ടോ വിദേശത്ത്, ഇപ്പം എൻ്റെ ചേട്ടൻ അമേരിക്കയില്ല, എപ്പോഴും പണ്ട് പരാതി പറഞ്ഞു, നീ എന്താ ഇവിടെ ചെയ്ത് അവർ സൈലൻസ് സ്കൂളിലല്ലേ, നിനക്ക് വരരുതോ, 10 ദിവസം ഇവിടെ നിന്നിട്ടും എപ്പോഴും വിളിക്കും ചേട്ടൻ. പോയപ്പോഴൊക്കെ ചേട്ടൻ്റെ ടിക്കറ്റിലാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നും, ഷോ ഞാനിവിടെ ഇല്ലെന്ന് കാണുമ്പോൾ പിള്ളേർക്ക് ഈ ഞായറാഴ്ച ആര് പോയി വിളിക്കും, അങ്ങനെയൊക്കെ ഞാൻ പലതുമൊക്കെ അത് ചെറിയ കാര്യം. അതിൽ തുടങ്ങി സാമ്പത്തികം വരെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ അവർക്ക് ഒരു വിഷമം അറിയിക്കാതെ ബൈക്ക് വേണമെന്ന് പറയുമ്പോൾ ബൈക്ക് മറ്റു അങ്ങനെ വളർത്തിയത്. അതിൻ്റെ പിന്നിൽ അമ്മയുടെ ഒരുപാട് സ്ട്രെയിൻ ഉണ്ടെന്നുള്ളത് 2 പേർക്കും അറിയാം. അത് അവർ 2 പേരും എപ്പോഴും പറയുന്നത്. കാരണം അമ്മ ഞങ്ങളൊന്നും സമ്പാദിക്കാതിരുന്ന കാലത്തും ഞങ്ങൾ പറഞ്ഞതെല്ലാം സാധിച്ചത് അമ്മയാണ് അമ്മ. അപ്പം അത് ദൈവം, ഞാൻ പറയാറില്ലേ, ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ 2 മക്കളാണ്. അത് സുഖേട്ടൻ ചെന്ന് ദൈവത്തിനോട് പറഞ്ഞിട്ട് പാവം അവളെ ഒറ്റയ്ക്കേ ഉള്ളൂ നോക്കിക്കോടെ എന്ന് പറഞ്ഞ് ഏതായാലും അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ എപ്പോഴും കാണും. അതെ, കാരണം എന്ത് ചെയ്തു മല്ലിക, അത് പലരുടെയും ചോദ്യമായിരുന്നു. ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും. കാരണം അവരെ ഈ നിലയ്ക്ക് ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്, നല്ല വാക്കുകൾ അതെല്ലാം അവരനുസരിച്ചിട്ടുമുണ്ട്. അതാണ് എൻ്റെ ഭാഗ്യം. ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, അവരനുസരിക്കുകയും കൂടെ വേണമല്ലോ. അപ്പം അങ്ങനെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ വീടിനകത്ത് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുന്നത് സുഖേട്ടനോട് ഏറ്റവും വലിയൊരു സത്യം, ആ ഒരു കടമ അത് നിറവേറ്റി എന്നുള്ളതാണ്. ഒരു നെഗറ്റീവ് ക്യാരക്ടർ വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നെഗറ്റീവ് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ചിരിച്ചുകൊണ്ട് കഴുത്തിറങ്ങുന്ന അമ്മായി അമ്മയായിട്ട്.